നക്ഷത്രങ്ങളിലൂടെ കടന്നു പോകുന്ന സൂര്യന്റെ ആ ഒരു കാലഘട്ടത്തെയാണ് ഞാറ്റുവേലകൾ എന്ന് വിളിക്കുന്നത്. ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 14 ദിവസമാണ്. അതിൽ ദൈർഘ്യമേറിയത് തിരുവാതിര ഞാറ്റുവേലയാണ്. ഞായർ എന്നാൽ സൂര്യനാണ്. സൂര്യന്റെ വേളയാണ് ഞാറ്റുവേല. ഞായർ വേള എന്ന പദമാണ് ഞാറ്റുവേലയായി പരിണമിക്കുന്നത്. ഞാറ്റുവേലയെ കുറിച്ച് വളരെ വിശദമായി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് തീർച്ചയായും ആ വീഡിയോയിൽ കൂടി കണ്ടിരിക്കണം. വളരെ വിശദമായി ഞാറ്റുവേലയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതും കാണുക. ഒരു വർഷം കൊണ്ട് രാശിചക്രത്തിലെ ഓരോ രാശിയിലും കടന്നു പോകുന്നത് പോലെ സൂര്യൻ എല്ലാ രാശിയിലൂടെയും ഒരു ദിവസം കൊണ്ടും സഞ്ചരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭൂമിയിൽ ഒരു പ്രശ്നം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം നടക്കുമ്പോൾ സൂര്യൻ ഏത് രാശിക്ക് അഭിമുഖമായാണോ നിൽക്കുന്നത് ആ രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞതിന് പകരം ഒരു സംഭവം നടക്കുമ്പോൾ കിഴക്ക് ഉദിച്ചുകൊണ്ടിരിക്കുന്ന രാശി ഏതാണോ അതിനെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്. ജ്യോതിഷപ്രകാരമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെയുള്ള 24 മണിക്കൂർ നേരത്തെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഭൂമിയിൽ ഇരവും പകലും സംഭവിക്കുന്നത് ഭൂമിയുടെ കടന്നു കൊണ്ടാണ്. ഇത്തരത്തിൽ ഒരിടത്ത് നിൽക്കുന്നതായ സൂര്യനെ ഭൂമി ചുറ്റുന്ന സന്ദർഭത്തിൽ ഭൂമി സ്വയം അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഈ ഒരു ഭ്രമണത്തിനിടയ്ക്ക് ഉദയം ചെയ്യുന്നു. തരത്തിൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സംഭവം നടക്കുമ്പോൾ സൂര്യൻ ഏത് രാശിയിലാണ് അല്ലെങ്കിൽ സൂര്യന് അഭിമുഖമായി വരുന്ന രാശി ഏത് അതിനെയാണ് ലഗ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലഗ്നം കണക്കാക്കുന്നതിന് ഒന്നിലധികം ദിക്കുകളുണ്ട്. അതിൽ ഒന്നാണ് ഉദയാസ്തരം അല്ലെങ്കിൽ അസ്തമയാസ്തരം ലഗ്നം കണക്കാക്കുന്ന രീതി. മറ്റൊരു രീതി ലഗ്നം സൂചിക്കേണ്ടതായ സ്ഥലത്തിന്റെ അക്ഷാംശവും രേഖാംശവും ഉപയോഗിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി ലഗ്നം കാണുന്ന രീതി. ഇത് പലപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ക് കൂട്ടുന്ന ലഭിക്കുന്ന ഒരു രീതിയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ലഗ്നം കണ്ടെത്തുന്ന ഈ ഒരു രീതി ഉദയാസ്തരം അസ്തമയാസ്തരം ലഗ്നം കണ്ടുപിടിച്ചതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയും കൃത്യതയും ലഗ്നം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു രീതിയുണ്ട് ഉദയാസ്തരം അല്ലെങ്കിൽ അസ്തമയാസ്തരം എങ്ങനെയാണ് ലഗ്നം കണ്ടെത്തുന്നത് എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ പോകുന്നത്. ഈ ഒരു പരമ്പരാഗത രീതിയിൽ മനസ്സിലാക്കി വെച്ചിരുന്നാലും ലഗ്നം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അത് വിളിക്കേണ്ടത് നേരത്തെ ചിന്തിച്ചതുപോലെ സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ മാത്രം ചെയ്യുന്നതാണ് ഉചിതം. കാരണം അവ കൂടുതൽ കാര്യക്ഷമമാണ്. നമ്മുടെ പരമ്പരാഗത രീതി ഉപയോഗിച്ച് ലഗ്നം കണക്കാക്കുമ്പോൾ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ ലഗ്നം കണക്കാക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം എന്ന് പറയുന്നത് 60 മണിക്കൂറാണ് അല്ലെങ്കിൽ 24 മണിക്കൂറാണ്. ഈ ഒരു ദിവസത്തെ 12 രാശികളാക്കി തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞിട്ട് ആ 12 രാശികളിൽ ഏത് രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലഗ്നം കണക്കാക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഒരു ദിവസം ഓരോ രാശിയും കടക്കാൻ സൂര്യൻ എടുക്കുന്ന സമയ ദൈർഘ്യത്തെയാണ് രാശി പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖാംശങ്ങൾക്കനുസരിച്ച് ഓരോ പ്രദേശത്തിന്റെയും രാശി പ്രമാണങ്ങൾക്ക് മാറ്റം സംഭവിക്കും. 2021 ഏപ്രിൽ 6-ാം തീയതി കേരളത്തിലെ പ്രദേശങ്ങളിലുള്ള പൂർവ്വോദയ സമയം ഞാനിവിടെ കാണിക്കാം. ഒരു സഞ്ചാരത്തിന് നമുക്കൊരു കാര്യം ബോധ്യമാകും. അതായത് അക്ഷാംശ രേഖാംശങ്ങൾക്കനുസരിച്ച് പലയിടത്തും ഉദയം സംഭവിക്കുന്നത് മിനിറ്റുകളുടെ വ്യത്യാസം സംഭവിക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് രാശി പ്രമാണങ്ങൾ. ഒരു സംഭവം